എപ്പോമിക്സിസിന് ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് അഡ്വാൻറ്റേജ്? നമുക്കറിയാം ഹൈബ്രിഡ് സീഡുകൾ നമ്മൾ ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ ക്രോപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല ഹൈബ്രിഡ് വെറൈറ്റികൾ എക്സ്റ്റെൻസീവ്ലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ആൻഡ് വെജിറ്റബിൾ. സോ പലതരത്തിലുള്ള വെജിറ്റബിൾ ക്രോപ്പുകളും ഫുഡും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മൾ എക്സ്റ്റെൻസീവ് നിരന്തരമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹൈബ്രിഡ് സീഡുകളുടെ കൾട്ടിവേഷൻ എന്താണ് ഉണ്ടാക്കുന്നത്? കൾട്ടിവേഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. സോ ഹൈബ്രിഡ് സീഡുകൾ നിരന്തരമായി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ തുടങ്ങും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവാൻ തുടങ്ങും. എന്താണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം? സോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സീഡിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി. ഹൈബ്രിഡ് സീഡ്സ് ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് എവ്രി ഇയർ. ഹൈബ്രിഡ് സീഡുകൾ ഓരോ വർഷം വീണ്ടും ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡുകളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹൈബ്രിഡ് സീഡുകൾക്ക് പ്രോബ്ലം, ആ ഹൈബ്രിഡ് സീഡിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോജനി അഥവാ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ യങ് വൺസിന് നോട്ട് മെയിൻറ്റെയിൻ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ്. ആ ഹൈബ്രിഡിൽ എന്ത് ക്യാരക്ടേഴ്സ് ആണോ ഉണ്ടായിരുന്നത് ആ ക്യാരക്ടേഴ്സ് അതിൻ്റെ പ്രോജനിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല. ആ ഹൈബ്രിഡിലുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെ അതിൻ്റെ പ്രോജനിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് പോവില്ല. സോ ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ ഹൈബ്രിഡ് ക്യാരക്ടർ. അതാണ് ഹൈബ്രിഡ് സീഡിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് അഥവാ പ്രോബ്ലം. സോ ഹൈബ്രിഡ് സീഡ്സ് ഓരോ വർഷം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈബ്രിഡ് സീഡിൽ നിന്നുണ്ടാകുന്ന പ്രോജനി അല്ലെങ്കിൽ യങ് വൺസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സിന് ഹൈബ്രിഡിൻ്റെ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് വീണ്ടും ഹൈബ്രിഡ് സീഡ് ഓരോ വർഷവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ഹൈബ്രിഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്, ഹൈലി എക്സ്പെൻസീവാണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കോസ്റ്റ്ലിയാണ്. സോ ഫാമേഴ്സ്, മിക്കവാറും ഫാമേഴ്സ് ഭയങ്കര സാധാരണക്കാർ. അപ്പോൾ ഈ ഫാമേഴ്സിന് ഇത്രയും കോസ്റ്റ് കൊടുത്തിട്ടാണ് ഈ ഹൈബ്രിഡ് സീഡുകളെ വാങ്ങേണ്ടത്. സോ അവരുടെ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി ഓൾറെഡി ഹൈബ്രിഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. സോ അത് വിൽക്കുന്നതും അത്രയും കോസ്റ്റിലായിരിക്കും. സോ സാധാരണക്കാരായ ഫാമേഴ്സിനൊന്നും ഈ കോസ്റ്റ് ഓഫ് ഹൈബ്രിഡ് സീഡ് താങ്ങാൻ പറ്റില്ല. ഹൈലി എക്സ്പെൻസീവാണ് സാധാരണ ഫാമേഴ്സിനെ സംബന്ധിച്ച്. സോ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. സോ ഹൈബ്രിഡ് സീഡിന് നമ്മൾ ഓരോ വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഹൈബ്രിഡ് ക്യാരക്ടർ പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകില്ല, അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല ഹൈബ്രിഡ് ക്യാരക്ടർ. അതുമാത്രമല്ല, ഹൈബ്രിഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ആ നോർമൽ ഹൈബ്രിഡ് സീഡുകളുടെ ഒരു പ്രോബ്ലം അഥവാ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. ഹൈബ്രിഡ് സീഡ് ഉണ്ടാവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടാൻ തുടങ്ങും. പക്ഷേ ഈ ഡിസഡ്വാൻറ്റേജ് പ്രോബ്ലം അല്ലെങ്കിൽ അഥവാ പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അവിടെയാണ് എപ്പോമിക്സിസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സോ എപ്പോമിക്സിസിലൂടെ ഹൈബ്രിഡ് വെറൈറ്റികളെ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജുകളൊക്കെ തന്നെ ഓവർകം ചെയ്യാം. അതാണ് ഈ ഡിസഡ്വാൻറ്റേജുകളെ നമ്മൾ ഓവർകം ചെയ്യുന്നതെങ്കിൽ ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു എപ്പോമിക്സിസ് പ്രോസസ്സിലൂടെ എപ്പോമിക്റ്റിക് പ്രോസസ്സിലൂടെ ഹൈബ്രിഡ് സീഡുകളെ നമ്മൾ എപ്പോമിക്റ്റിക് സീഡുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് എപ്പോമിക്റ്റിക് സീഡിൻ്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു, അവർക്ക് അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പാരൻറ്റിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയായിരിക്കും ആ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ സീഡിന് ഉണ്ടാവുക. സോ അവിടെ എപ്പോഴും ഹൈബ്രിഡിന് അല്ലെങ്കിൽ ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ജനറേഷൻ ടു ജനറേഷൻ അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടും. സോ അവിടെ ഒരിക്കലും ഒരു സെഗ്രിഗേഷൻ ഉണ്ടാവില്ല. സാധാരണ ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ അവിടുത്തെ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് പ്രോജനിയിൽ വരുമ്പോൾ അവരൊക്കെ സെഗ്രിഗേറ്റഡ് ആവും. സെഗ്രിഗേഷൻ മീൻസ് സെപ്പറേറ്റഡ് ആവും. സോ ഹൈബ്രിഡിലെ ക്യാരക്ടേഴ്സൊക്കെ സെപ്പറേറ്റഡ് ആയി അവരുടെ പ്രോജനിയിൽ ആ ക്യാരക്ടർ നോർമൽ ഹൈബ്രിഡിൽ വെറൈറ്റികൾക്ക് ഉണ്ടാവില്ല. പക്ഷേ എപ്പോമിക്റ്റിക് അല്ലെങ്കിൽ എപ്പോമിക്സിസ് പ്രോസസ്സിലൂടെയാണ് ഒരു സീഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോമിക്സിസിൻ്റെ തന്നെ അഡ്വാൻറ്റേജാണ് എന്താണ്? അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണോ പാരൻറ്റിൻ്റെ പോലെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോമിക്സിസിലൂടെ ഉണ്ടായ എപ്പോമിക്റ്റിക് സീഡുകൾക്ക് പറ്റും.
സോ നമ്മൾ ഈ ഡിസഡ്വാൻറ്റേജ് നോർമൽ ഹൈബ്രിഡ് സീഡിൻ്റെ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് ഏതിലൂടെ പറ്റും? എപ്പോമിക്സിസ് പ്രോസസ്സിലൂടെ നമ്മൾ ഹൈബ്രിഡ് സീഡുകളെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാം. സോ ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു എപ്പോമിക്റ്റിക് പ്രോസസ്സിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുന്ന ആ പ്രോജനിയിൽ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പാരൻറ്റിനെ പോലെ തന്നെയായിരിക്കും. അവിടെ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ പ്രോജനിയിൽ വരില്ല. ഇതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് കീപ്പ് ഓൺ വൺസ് ആ എപ്പോമെക്റ്റിക് സീഡ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കീപ്പ് ഓൺ യൂസിങ് ഹൈബ്രിഡ് സീഡ് ഇൻ ടു റേസ് ന്യൂ ക്രോപ്സ് ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ വർഷവും അതിന് തന്നെ പ്രോജനീനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ക്രോപ്പിലേക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് അവിടെ ഹൈബ്രിഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ സീഡിൻ്റെ ക്യാരക്ടർ പാരൻറ്റിൻ്റെ ക്യാരക്ടർ എന്താണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവിടെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് എന്താ, ഓരോ വട്ടവും ഹൈബ്രിഡ് സീഡ്സ് ഓരോ വർഷം വാങ്ങേണ്ട ആവശ്യമില്ല. സോ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജനിയിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫാമേഴ്സിന് എല്ലാ വർഷവും ഇത് എക്സ്പെൻസീവായിട്ട് വാങ്ങേണ്ട ആവശ്യം. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. എല്ലാ വർഷവും വാങ്ങേണ്ട ആവശ്യമില്ല. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഹൈബ്രിഡ് സീഡിനെ അത് ഓരോ ക്രോപ്പുകളായിട്ട് ഇയർ ആഫ്റ്റർ ഇയർ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം. ഇതാണ് എപ്പോമിക്സിസിന് ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിലേക്ക് എപ്പോമിക്സിസ് പ്രോസസ്സ് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ അഗ്രികൾച്ചറിൽ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു റിസർച്ച് ഏരിയ ആയിട്ടാണ് ഈ എപ്പോമിക്സിസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് വർക്കുകൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നമുക്ക് എപ്പോമെക്റ്റിക് സീഡുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാം, എന്തൊക്കെ മെത്തേഡുകൾ ചെയ്യാമെന്ന് ഒരു ആക്റ്റീവായിട്ട് റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.